ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബട്ടർ പനീറിൻ്റെ റെസിപ്പിയാണ്. ബട്ടർ പനീർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 300 ഗ്രാം പനീറാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആദ്യം നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഈ ഗീ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഗീയിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3-4 ഗ്രാമ്പു, 3-4 ഏലക്ക, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളിലേക്ക് ഒരു 2 സ്പൂൺ ജിഞ്ചർ ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഒനിയനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒനിയൻ നമുക്ക് ഒരുപാട് വഴറ്റി ഒരു ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളറിലേക്ക് നമുക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രാൻസ്പെറൻറ്റ് ആ ഒരു പരുവം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. ഇതിലൂടെ നമ്മൾ ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു മൂത്ത മണമൊക്കെ വരുന്ന വരെ നമുക്ക് വഴറ്റാം. ഇതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 6 തക്കാളി നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 കപ്പ് 2.5 കപ്പോളം വരുന്നുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റി അതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കിതിലേക്ക് വേവിക്കാനായിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് നമുക്ക് വേവിക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1.5 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 3/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ടൊമാറ്റോയുടെ പേസ്റ്റ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടിയും ആ ബട്ടറും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ട് നമുക്കൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്തിലേക്ക് നമ്മൾ ആവശ്യമുള്ള കസൂരി മേത്തിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പനീറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 300 ഗ്രാം പനീറാണ് ചേർക്കുന്നത്. ഇതിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തത് വാങ്ങിയതാണ്. ഇതോടെ ചേർത്ത് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമ്മൾ ഈ മൂടിയൊന്ന് മാറ്റി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂണോളം ബട്ടർ, അതായത് ഒരു ക്യൂബായിട്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റും അതുപോലെ നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടാനായിട്ടാണ്. നമുക്കിതൊന്നുകൂടെ മൂടി വെക്കാം. ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ച് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല തിക്കായിട്ട് നമുക്ക് ഗ്രേവി തിക്കായിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് നമുക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി കുറച്ചുകൂടെ നല്ല റിച്ച് ആയിട്ട് കിട്ടും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ കറിയുടെ ടേസ്റ്റുകളെല്ലാം ഒന്നുകൂടി ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു 1/2 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മളുടെ ബട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ റിച്ച് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്തു.